ഹലോ, ഹൃദയത്തിൻ്റെ ഷേപ്പുള്ള ഈ ഒരു പഴത്തിന് ആത്തിച്ചക്ക എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഇതിപ്പോൾ പച്ചയാണ്, ഈ മരത്തിൻ്റെ കായാണ് ഇത്. ഞാൻ മുമ്പ് ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കാ പറിച്ചു. അത് പറിച്ചു, പച്ചയോട് വിളഞ്ഞ കാ പറിച്ചു. അതിനെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു വള്ളിയിൽ കെട്ടി, ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഐഡിയയിൽ അതിങ്ങനെ വിട്ടിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ ആപ്പിളൊക്കെ കെട്ടിത്തൂക്കി കടയിൽ ഇട്ടേക്കണം കണ്ടിട്ടില്ലേ, അതേപോലെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇങ്ങനെ വള്ളിയിൽ കെട്ടിത്തൂക്കി തറയിൽ തൊടാതെ ഇങ്ങനെ തൂക്കി ഇട്ടാൽ സംഭവം ഇത് അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ചൂടും ആ ഒരു എല്ലാം കൂടെ കൊണ്ട് നല്ല വൃത്തിയായിട്ട് പഴുക്കും. അതാണ്ട് ഈ കാ അത്യാവശ്യം പഴുത്ത് നിൽക്കുകയാണ്. ഇതൊരു 4 ദിവസം മുമ്പ് പറിച്ചതാണ്. ഇതും അതിൻ്റെ താഴെ നിൽക്കുന്ന അതും ഒക്കെ അതാണ്ട് ഇതൊക്കെ നല്ല പിതുങ്ങുന്നുണ്ട്, നല്ല പഴുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരിമാവും റവയും കൂടെ പഞ്ചസാരയിട്ട് പാലൊക്കെ ഒഴിച്ചൊന്ന് കുറുക്കിയെടുത്ത് കഴിച്ചാലുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെയാണ്. ഭയങ്കര ടേസ്റ്റാണ് നല്ല വൃത്തിയായിട്ട് പഴുത്താൽ. ഇത് നമ്മൾ പറിച്ച്, എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പറിച്ച് പഴുപ്പിക്കാതെ മരത്തിൽ നിന്ന് തന്നെ പഴുത്താൽ അത് തിന്നാനാണ് ഭയങ്കര ടേസ്റ്റ്. പക്ഷേ അത് നമുക്ക് മരത്തിൽ നിന്ന് കിട്ടത്തില്ല. പഴുത്ത് വരുമ്പോഴേക്കും അത് നമ്മുടെ വവ്വാൽ കൊണ്ടുപോകും. വവ്വാലും അണ്ണാനും കുരങ്ങനൊക്കെ കൊണ്ടുപോക്കും. അതുകൊണ്ട് ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ ഈ ഒരു കായലെല്ലാം പറിച്ചു. ഇത് തറയിൽ വീണ് ചതഞ്ഞതാണ്. അതുകൊണ്ട് ഇതിലും ഉണ്ട് ആ ഒരു ചതവ്. തറയിൽ വീണ് കല്ലിലൊക്കെ ഇടിച്ചിപ്പോൾ അങ്ങനെ ആയതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല വിളഞ്ഞ കായാണ് കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്തേക്കണം നിങ്ങൾ ഈ കാ തിന്നിട്ടുണ്ടെങ്കിൽ.